നമ്മൾ ചെയ്യാൻ പോണ കാറിൻ്റെ പ്ലാറ്റ്ഫോം കഴിച്ച് പെയിൻ്റ് അടിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ക്ലാമ്പ് സീറ്റ് ഇരിക്കുന്നതിൻ്റെ ക്ലാമ്പ് പോയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കണം, നമുക്ക് പെയിൻ്റ് അടിക്കണം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ സീറ്റുകളൊക്കെ അഴിച്ച് മാറ്റാൻ പോവാണ്. അപ്പോൾ ബാക്ക് ഭാഗം നമ്മൾ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിട്ടുള്ളത് കേട്ടോ, അത് കാണിച്ചു തരാം എന്തായാലും. അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ സെറ്റ് ചെയ്യണം. നമ്മൾ സീറ്റ് ഇപ്പം നമ്മുടെ അടുത്ത് ക്ലീൻ ചെയ്ത സീറ്റുണ്ട് ഈ കാണുന്നത്. ഇനി ഫ്രണ്ട് ഒരു സീറ്റും കൂടെ ക്ലീൻ ചെയ്യാനുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. നമുക്ക് ടൈം കിട്ടാത്ത കാരണം നമ്മൾ ചെയ്യാണ്ട് ഇങ്ങനെ ഇട്ടേക്കണേ. ഫസ്റ്റ് തന്നെ നമ്മൾ വണ്ടിയുടെ സീറ്റുകൾ ഓരോന്ന് അഴിക്കാൻ പോവാണ്. സീറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. വണ്ടിയുടെ സീറ്റിൻ്റെ സ്ക്രൂ ഒക്കെ നമ്മൾ ആദ്യമേ അഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാരണം വേഗം സീറ്റ് എടുത്ത് മാറ്റാൻ പറ്റി. പിന്നെ അടി കാണി മാറ്റും കൂടെ മാറ്റിയിട്ട് നമുക്ക് നോക്കാം വണ്ടിയുടെ അടിഭാഗം എങ്ങനെയാണ് ഉള്ളതിന്. അപ്പോൾ ഉള്ളിൽ നമ്മൾ സെറ്റ് ആയിട്ടെല്ലാം അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സീറ്റ് ബെൽറ്റിൻ്റെ ഈ ഇതും ഇവിടുത്തെ ഈ ലോക്കിൻ്റെ ഈ സാധനം അഴിച്ച് കഴിഞ്ഞാൽ മാറ്റ് നമുക്ക് പൊക്കിയെടുക്കാൻ പറ്റും സുഖമായിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഈറേണ്ടി വരും. പൊക്കെടുത്തതിനാൽ പിന്നെ നമുക്ക് ഇതന്നെ വീണ്ടും ഇടാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് അഴിച്ചെടുക്കാം എന്തായാലും.
ഇപ്പം നമ്മുടെ ഷീറ്റ് മെല്ലെ ഓരോ സൈഡിൽ നിന്ന് പൊക്കണം കേട്ടോ. എല്ലാം നമ്മൾ അഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സൈഡ് നമുക്ക് കട്ട് ചെയ്യാനുണ്ട്, ബാക്കിയൊക്കെ നമ്മൾ അഴിച്ച് സെറ്റ് ചെയ്യണം. അപ്പം ഇങ്ങനെ ഈ ഒരു സൈഡ് തുരുമ്പ് ഓവറായിട്ടില്ല, എന്നാലും ഈ ഒരു സൈഡിലായി ഇത് പോയിട്ടുണ്ട് സീറ്റിൻ്റെ. പിന്നെ ഈ സൈഡിലൊരു ചെറിയ പാച്ച് കാണുന്നുണ്ട് കേട്ടോ, അത് സെറ്റ് ചെയ്യണം. വേറെ കാര്യമായിട്ടുള്ള ഇതൊന്നും കാണില്ല. ഇവിടെ സ്പോഞ്ച് ഇട്ടതിൻ്റെ ഒരു ഇതുള്ളൂ. നമ്മിനി നേരെ പെയിൻ്റ് അടിച്ച് സെറ്റ് ചെയ്യുമ്പോൾ എല്ലാം ക്ലിയർ ആയിക്കോളും. ഈ ഒരു സൈഡിൽ ചെറിയൊരു പാച്ച് ഉണ്ട്, നമുക്ക് സെറ്റ് ചെയ്യാവുന്നുള്ളൂ. ഇവിടെ നിന്ന് എന്തോ വെള്ളം ഇറങ്ങിയിട്ട് അങ്ങനെ എന്തോ പറ്റിയിട്ടുള്ളതാണത്. ഉള്ളി വെള്ളം നിന്നിട്ട് എന്തിൻ്റെ എന്നറിയില്ല. അപ്പോൾ അതങ്ങനെ ഇവിടെ ഉണ്ട്. ഇനി അപ്പുറത്തെ സൈഡ് നമുക്ക് തുറക്കും അറിയുള്ളൂ, അപ്പുറത്ത് വല്ലതും ഉണ്ടോ ഇല്ലയെന്ന്.